പാവം. എനിക്ക് തോന്നുന്ന കാലത്ത് ഞാൻ കല്യാണം കഴിക്കും. അന്ന് അറിയിക്കാനുള്ളവരെ മുഴുവൻ അറിയിക്കും എന്ന് പറഞ്ഞോളൂ. ആര് ചോദിച്ചാലും എനിക്ക് ബോധിച്ച പോലെ നീ ചെയ്യൂന്നറിയാം. എന്നാലും ഒരു തള്ളയുടെ സ്ഥാനത്ത് നിന്ന് ചോദിക്കണല്ലോ. ഉളുപ്പില്ലാണ്ട് ഇപ്പോഴും ഇന്ദുലേഖ എന്ന് പറയുന്ന രമ്പി ആശി കഴിയാ നീ. തള്ളേ, നിങ്ങൾ നിങ്ങളുടെ പാടുമൊക്കെ പോണോ? എന്നെ ഗുണദോഷിക്കാൻ വരണ്ട. എന്തിനാടാ ചെക്ക സത്യം പറയുമ്പോ ചാടി കടിക്കാൻ വരണേ? ആ നടു ഒടിഞ്ഞു കിടക്കുന്നവൻ ചാവാൻ കാത്തിക്കാൻ നീ. പെറ്റ തള്ള പറഞ്ഞു രാമനുണ്ണിക്ക് ഭ്രാന്താന്ന്. ചങ്ങാതിമാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അങ്ങനെ സ്വന്തക്കാരും അന്യരും പറഞ്ഞിട്ടും ഞാൻ ആരുടെ മുന്നിലും നിഷേധിച്ചില്ല. കാരണം അത് സത്യം. ആ ഭ്രാന്തിന് വർഷങ്ങളുടെ പ്രായമുണ്ട്. ആ ഭ്രാന്തിനെയും കൊണ്ടാണ് രാമനുണ്ണി വളർന്നത്. രാമനുണ്ണിക്ക് ഇഷ്ടമാണ് വളരെ. എന്നെക്കാളും എനിക്ക് ഇഷ്ടമാണിത് നീ എന്ന് പറയുന്ന ആ ഭ്രാന്തിനെ. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, തമ്പരാക്കന്മാരുടെ പരമ്പരയല്ല എന്ന് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടി ഒരു പെണ്ണിനെ. പക്ഷേ പിഴച്ചുപോയി. നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ പെട്ട പാടുകളെല്ലാം വെറുതെയായി. ചന്ദ്രശേഖരന്റെ പെങ്ങൾ വളിയനും താമസിക്കുന്ന വീടും പറമ്പും എഴുതി വാങ്ങാൻ വഴിയുണ്ടോ നോക്കും. അപ്പൊ പിന്നെ തന്റെ കസ്റ്റഡിയിലായി ആ പഴയ കേസ് പഴകിയിട്ടില്ലടോ. അതെന്നും പുതിയതാ രാമനുണ്ണിക്ക്. നല്ല മഴ അത്തിപ്പറ്റ ഇടവഴിയിൽ വെച്ച് നീ ശ്രീഹരിക്ക് മുത്തം കൊടുത്തപ്പോഴും ഇതുപോലെ മഴയായിരുന്നു. ഇതെനിക്ക് വേണ്ടി പെയ്യുന്ന മഴ. നീ എന്നെ കൊന്നു രാമനുണ്ണി. അതിനപ്പുറം നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ കൊന്നിട്ട് ജയിച്ചു എന്ന് വരുത്താൻ ആ പൊന്നും പുടവെ നിനക്ക് എന്റെ ശവത്തിന്റെ മേലെ മൂടാം. മറക്കാൻ എനിക്ക് കഴിയുന്നില്ല കർണേട്ട. അവളോടുള്ള സ്നേഹം തന്നെയാ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ദിവസം കഴിയും തോറും അത് കൂടുന്നേ ഉള്ളൂ. കൊല്ലില്ല ഞാൻ. നിന്നെ ദ്രോഹിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ എനിക്ക് ജയിക്കാൻ നിന്നെ കരയിക്കേണ്ടി വരുമെങ്കിൽ ഞാൻ ചെയ്യും. നമ്മൾ ആദ്യമായി വഴക്കിട്ടതും തല്ലുകൂടിയതും ഇവിടെ വെച്ചായിരുന്നു. ഭാഗ്യത്തിന് ആരോ ഈ വഴിക്ക് വന്നതുകൊണ്ട് അത് തീർന്ന് രണ്ടു വഴിക്ക് പോയി. ഇല്ലെങ്കിൽ രണ്ടിലൊരാളിന്റെ മരണത്തിൽ കലാശിച്ചേനെ ആ കലഹം. അവളെ ചൊല്ലിയായിരുന്നു, അവൾക്ക് വേണ്ടിയായിരുന്നു നമ്മുടെ വഴക്കുകൾ. ഇന്ദുലേഖയ്ക്ക്